നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 39ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വിജിലൻസ് കേസുകൾ തൂക്കി വിൽപ്പനയ്ക്കോ എന്ന വിഷയമാണ്. ഇതിൽ സംസാരിക്കുന്ന ഒരു കേസിനെ പറ്റി മാത്രമാണ്. നിരവധി കേസുകൾ വിറ്റിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആളുള്ളവരുടെ കേസുകളാണ് വിറ്റിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ, ആർട്ടിക്കിൾ 14 പറയുന്നത് പോലെ എല്ലാവരുടെയും കേസുകൾ തുല്യനീതിയുടെ ഭാഗമായിട്ട് തൂക്കി വിറ്റിട്ടില്ല. അതായത് വലിയ വലിയ ആളുകളുടെ കേസുകളാണ് തൂക്കി വിറ്റിട്ടുള്ളത്. ബാക്കിയുള്ളവർ ശിക്ഷിച്ച് ജയിലിൽ പോകും. പോലീസുകാരനല്ലാന്നെങ്കിൽ അതുപോലുള്ള താഴത്തെ ക്ലർക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ നിയമ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും, അവർ ജയിലിൽ പോകേണ്ടതായിട്ട് വരും. വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ സർക്കാരിനെ സ്വാധീനിച്ച് ഭരണകൂട ഭീകരത എന്ന് തന്നെ പറയാം, അതിലൂടെ സംരക്ഷണം തേടും. അതിന് ദൃഷ്ടാന്തമായൊരു കേസാണ് ഇന്ന് സംസാരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ ജയകുമാർ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സർജറി നടത്തുന്നതിലേക്ക് ബഷീർ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ആളിൽ നിന്ന് 2000 രൂപ, അദ്ദേഹത്തിൻ്റെ മകനാണ് അബു സുബേർ എന്ന് പറയുന്ന മകൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടാണ് 2000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർമാരൊന്നും കയ്യിൽ പൈസ വാങ്ങിക്കാറില്ല. നമുക്കൊക്കെ ആശുപത്രിയിൽ പോകുന്നവർക്കും അവരുടെ പ്രൈവറ്റ് കൺസൾട്ടിങ് സ്ഥലത്തൊക്കെ പോയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, മേശപ്പുറത്ത് വെക്കാൻ അവർ പറയാറുള്ളൂ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ഈ മകൻ്റെ സർജറിയായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും സമയത്ത് നടക്കാതെ വന്നു. അദ്ദേഹം അവസാനം കാശ് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം വിജിലൻസ് കോഴിക്കോട് യൂണിറ്റ് DYSP അറിയിച്ചു. അതുപ്രകാരം 13/6/2011 ഒരു FIR BC 2/2011 രജിസ്റ്റർ ചെയ്യപ്പെട്ടു. PC ആക്ടിലെ സെക്ഷൻ 7 13 ഉപയോഗിച്ചാണ് കുറ്റകൃത്യമായിട്ട് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 14 അതിൽ ട്രാപ്പ് കണ്ടക്ട് ചെയ്തു. ട്രാപ്പ് കണ്ടക്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്താണ് ഈ പറയുന്ന പരാതിക്കാരൻ പൈസ കൊണ്ടുവച്ചത്. ആ പൈസ കൊണ്ടുവച്ചതിന് നൽകിയ വിജിലൻസ് അറിയിക്കുന്ന അടയാളം നൽകിയ പ്രകാരം വിജിലൻസുകാർ അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കി അദ്ദേഹം റിമാൻഡിൽ പോയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് അട്ടിമറികൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം, അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. അസാധാരണമായ സംഭവങ്ങൾ ഈ കേസിൽ സംഭവിച്ചു. അന്വേഷണം പൂർത്തിയാക്കി 45 സാക്ഷികളെ കണ്ടുയോജിച്ച് അന്വേഷണം പൂർത്തിയാക്കി. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ ഈ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കുന്ന പോലെ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് വിജിലൻസ് ഡയറക്ടർ വഴിയൊക്കെ അംഗീകാരം വാങ്ങിച്ച് മാത്രമേ നമുക്ക് വിജിലൻസിൽ കുറ്റപത്രം നൽകാനായിട്ട് പറ്റൂ. അപ്പോൾ കുറ്റപത്രത്തിനായിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർ കൊടുക്കുകയും അത് വിജിലൻസ് ഡയറക്ടർ വഴി ഗവൺമെൻറ്റിലെത്തിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് ഇത് അസാധാരണമായ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇമാതിരി ആളുകൾക്ക് വേണ്ടി മാത്രമേ, ഈ താഴെത്തട്ടിലുള്ളവർക്ക് ഇതൊന്നും ആപ്ലിക്കബിളൊന്നുമല്ല. അവർ നിയമ നടപടിയിലേക്ക് ഇതിൽ ഒരു ട്രിബ്യൂണൽ എൻക്വയറിക്ക് സജസ്റ്റ് ചെയ്തു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം 31/5/2015 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥന് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറിക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. കാരണം അന്ന് KSR പാർട്ട് 3 പ്രകാരം അങ്ങനെ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനെതിരെ ട്രിബ്യൂണൽ എൻക്വയറിക്ക് സാധ്യത വളരെ കുറവാണ്. ഒട്ടും തന്നെ ഇല്ല, അന്ന് ഒട്ടും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്.
എന്തായാലും ശരി, ഈ ട്രിബ്യൂണൽ എൻക്വയറിക്കുള്ള റിപ്പോർട്ട് ഗവൺമെൻറ് അനുമതി അനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ DYSP കൈമാറി. DYSP ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതി ആ റിപ്പോർട്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. രൂക്ഷമായിട്ട് ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ് സംവിധാനത്തെയും വിജിലൻസ് ഡയറക്ടറെയും രൂക്ഷമായിട്ട് വിമർശിച്ചു. പക്ഷേ ഇതിലെനിക്കൊരു ചെറിയ സംശയമുണ്ടായത്, എന്തുകൊണ്ടാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് പരാതിക്കാരനെ ഹിയർ ചെയ്ത സാഹചര്യത്തിൽ, പരാതിക്കാരനെ കോടതി ഹിയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള FISൽ ഉറച്ച് നിന്നിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഈ വിജിലൻസ് റിപ്പോർട്ട് വച്ചുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇതിലെ എവിഡൻസിലേക്ക് അല്ലെങ്കിൽ കോടതി നേരിട്ട് കേസ് എടുത്ത് മുന്നോട്ട് പോകാഞ്ഞതെന്ന് ഒരു സംശയം ഇവിടെയുണ്ട്. കോടതി ഉത്തരവിലൂടെ വീണ്ടും ഇതിലൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ഓർഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നേരിട്ട് കേസിലേക്ക് കോടതി പ്രവേശിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിയമപരമായ ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ടെന്നൊരു സന്ദേശം പൊതു മധ്യത്തിലുണ്ടായേനെ. എന്തായാലും അതിൽ എങ്ങനെയോ ഒരു ഇത് പറ്റി കോടതി ഇതിലൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യപ്പെട്ടു. വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ വിജിലൻസിലെ ALA കാണണം, ഡയറക്ടർ കാണണം. അപ്പോൾ ആ നടപടിയിലേക്ക് വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയവർ വീണ്ടും കേസിന് തന്നെ ശുപാർശ ചെയ്ത് കൊടുത്തു. ALA അത് അംഗീകരിച്ചു. ALA കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നേരത്തെ തന്നെ കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ള കേസാണ്, ഒരു കാരണവശാലും ഇത് അട്ടിമറിക്കപ്പെടരുത്, കുറ്റപത്രം തന്നെ നൽകേണ്ടതായിട്ടുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. പക്ഷേ നമ്മുടെ വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഞാൻ എൻ്റെ 38ാമത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ ഒരു അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന തസ്തികയുണ്ട്. അതിലിരുന്ന ഒരു KD ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അട്ടിമറി സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അത് വടകര നഗരസഭയിലെ വേസ്റ്റ് മാനേജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ വിജിലൻസ് കേസിലും അദ്ദേഹം നോട്ട് എഴുതി, ഈ കേസിൽ സക്സസ്ഫുൾ പ്രോസിക്യൂഷന് സ്കോപ്പില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ, ഒരു ടേബിളിൽ നിന്ന് പൈസ എടുത്ത എല്ലാവർക്കും എല്ലാ കേസിലും ഇങ്ങനെയാണ് നിലപാടെങ്കിൽ അത് സാധാരണമാണ്. നമുക്ക് ആർട്ടിക്കിൾ 14 പരിരക്ഷ അവിടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നെങ്കിലും സമാധാനിപ്പിക്കാം. ഇവിടെ ഇതുപോലുള്ള എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമാണ് ഇമാതിരി പരിരക്ഷ ലഭിച്ച് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എല്ലാവർക്കും ആർട്ടിക്കിൾ, ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നൊരു ഉത്തരവ് ഇറക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉത്തരവ് ഇറക്കുക, കാശ് വാങ്ങിക്കാത്ത കൈക്കൂലി കേസുകളൊന്നും ചാർജ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം വിജിലൻസിലും ആ ജോലി എളുപ്പമാണ്. കാരണം അയാളെ പിടിച്ച് ആദ്യ സ്റ്റേജിൽ തന്നെ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല വിജിലൻസിന്. അങ്ങനെയാണെങ്കിൽ കയ്യിൽ ഫിനോത്തലിൻ പൗഡർ കണ്ടെത്താത്ത കേസുകളിൽ പോലീസ് വിജിലൻസ് കുറ്റപത്രം നൽകേണ്ടതില്ല എന്ന് ഒരു പൊതു ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞാൽ അത് വിജിലൻസിലും നല്ലതായിരിക്കും. ഏതായാലും അത് പരിഗണിച്ചില്ല. ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറോട് എനിക്ക് പറയാനുള്ളത്, ഒരു ചെറിയ കാര്യം ചെയ്യണം. ആരെയൊക്കെ പിടിക്കാതിരിക്കാം എന്നത് സംബന്ധിച്ചൂടെ, ഈ പിടിക്കുന്നവരെ സംബന്ധിച്ചും അവരെ ABC കാറ്റഗറി ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ സ്വാധീനവും മറ്റു സ്വാധീനവും പണസ്വാധീനവും കൊണ്ട് പിടിച്ചാലും അവർ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് വിജിലൻസ് കേസ് അട്ടിമറിച്ച് പോകുന്ന ആളുകളുണ്ടെന്ന് 100% നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആരൊക്കെയാണ് അങ്ങനെ ഒരു ലിസ്റ്റൂടെ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. അവർ നിയമത്തിന് ഉപരിയായിട്ടുള്ളവരാണ്. ജനറൽ എക്സെപ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ സ്വീകാര്യത അറിയിച്ചാൽ, അല്ലെങ്കിൽ അവരെ പിടിച്ചാൽ ഇത് കുഴപ്പമാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിന് അവരെ ഇന്ന ആളുകളെ സംസ്ഥാന സർവീസിൽ അല്ലെങ്കിൽ ഈ വിജിലൻസിൻ്റെ പരിധിയിൽപ്പെടുന്ന ഇന്ന ആളുകളെ വിജിലൻസ് കേസുകളിൽ ട്രാപ്പ് ചെയ്യാൻ പോകരുതെന്നൊരു അവരുടെ ഒരു ലിസ്റ്റ് കൂടി തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇവിടെ വിജിലൻസിൻ്റെ കോടതി നീതി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ
അതിലൊരു പുനരന്വേഷണ ഉത്തരവിട്ടു. പുനരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനീ പറഞ്ഞ ലീഗൽ അഡ്വൈസർ കണ്ടു, ഡെപ്യൂട്ടി അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഫയൽ കണ്ടു. അദ്ദേഹം സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ സ്കോപ്പില്ല എന്ന് കണ്ടു. സമാന സമയത്ത് തന്നെ ധൃതി പിടിച്ച് തന്നെ എന്ത് സംഭവിച്ചു, ഇതിലെ ഈ ട്രിബ്യൂണൽ എൻക്വയറി നടന്നു പാരലായിട്ട്. ഗവൺമെൻറ് ഉത്തരവ് ട്രിബ്യൂണലിന് വിടാനാണ്. ട്രിബ്യൂണൽ എൻക്വയറി നടത്തി. ഞാനീ പറഞ്ഞതുപോലെ അയാൾ കുറ്റവിമുക്തൻ ആക്കപ്പെട്ടു, 100% കുറ്റവിമുക്തനാക്കപ്പെട്ടു. വിജിലൻസ് എൻക്വയറി തീരുന്നതിന് മുമ്പ് തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പൂർണ്ണമായി കുറ്റവിമുക്തനാക്കി. മാത്രമല്ല അദ്ദേഹം ഞാനീ പറഞ്ഞ പോലെ 31/5/15 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അതിൽ ട്രിബ്യൂണലിനും പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പൂർണ്ണമായും കുറ്റവിമുക്തനായി, പൂർണ്ണമായും എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം കൈപ്പറ്റി, നമുക്ക് പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇതിലെ ഈ കോടതി നടപടികൾ ഉൾപ്പെടെ അട്ടിമറിച്ച് ഒരു വിജിലൻസ് കേസ് എങ്ങനെ ഇല്ലാതാക്കി, ഈ പരാതിപ്പെട്ട ആളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും ദൃഷ്ടാന്തമായൊരു കേസാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലുള്ള അട്ടിമറികൾ ധാരാളം നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു വിവരാവകാശ നിയമത്തിലൂടെ സർക്കാർ പിൻവലിച്ച കേസുകളിൽ ഏതൊക്കെയാണ്, വിജിലൻസ് കേസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് 26/4/25 ഒരു വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. എന്തെങ്കിലും വിവരം സെക്രട്ടേറിയറ്റിൽ ഈ സംബന്ധിച്ചില്ല, അത് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. നമ്മുടെ വിജിലൻസ് ആസ്ഥാനത്തുനിന്നും അങ്ങനെ തന്നെയാണ് മറുപടിയാണ് നൽകിയത്. ഇനി അത് കൂടാതെ നമ്മുടെ എല്ലാ ഓഫീസുകളിലേക്കും ഈ വിവരാവകാശാപേക്ഷ കൊടുത്തു. അവരിൽ പലരും തെറ്റായ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുമുണ്ട്. ശരിയായ വിവരം തന്ന ഓഫീസുകളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. തെറ്റായ വിവരങ്ങൾ നൽകിയ ഓഫീസുകളുമുണ്ട്. ഏതായാലും ഇനിയിപ്പം വിവരാവകാശ അപേക്ഷ നമ്മുടെ വിവര നിഷേധ കമ്മീഷൻ 4-5 കൊല്ലം കഴിഞ്ഞ് പരിശോധിക്കും. അപേക്ഷ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ തന്നെ അപേക്ഷ അവിടെ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. അവിടെ കാണാതെ പോയിട്ടില്ലെങ്കിൽ വീണ്ടും പരിഗണിക്കും. ആദ്യം നമുക്ക് പരാതി ഉണ്ടോ എന്നൊരു നോട്ടീസ് തരും. പരാതി ഉണ്ടെന്ന് നമ്മൾ വീണ്ടും അറിയിച്ചാൽ പിന്നെ 4-5 അല്ലെങ്കിൽ പരാതി കൊടുത്ത 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം എടുത്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം. നമ്മളിവിടെ ഭരണഘടനാ പ്രകാരം എല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കേരളത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയക്കാർ അവർക്ക് താല്പര്യമുള്ള കേസുകൾ കോടതിയിൽ എത്തിക്കുകയും താല്പര്യമില്ലാത്ത കേസുകൾ വിൽക്കുന്നതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമായൊരു സംഭവമാണിത്. ഇല്ല എങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യവും വ്യക്തമായൊരു ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയിട്ട് ഈ മേശപ്പുറത്തുനിന്ന് പിടിക്കുന്ന നോട്ടുകൾ, ട്രാപ്പ് മണി കേസുകൾ വിജിലൻസ് ചാർജ് കൊടുക്കേണ്ടതില്ല എന്നൊരു ജനറൽ ഉത്തരവിട്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത് നീതി എല്ലാവർക്കും തുല്യമായി കിട്ടിയെന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ആ ഉത്തരവിലൂടെ പ്രത്യാശിക്കുക എന്ന മൊത്തത്തിലൊരു പൊതു സന്ദേശം നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ പറ്റും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.